എൻ്റെ ഫസ്റ്റ് ഷോട്ട് മുല്ലയിൽ കണ്ണിൻ വാതിൽ ചാരാതെ എന്ന് പറയുന്ന ആ ഒരു സോങ്ങിൽ ഒരു ബിറ്റുണ്ട്. ഞാൻ ബീച്ച് ചേട്ടനും റീന ചേച്ചിയും എല്ലാം വാളൊക്കെ വെച്ചിട്ട് കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വന്നിട്ട് ഓടി കുട്ടീനെ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചത് എന്തായി കാണിക്കണേന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോണ ഒരു ഷോട്ടായിരുന്നു. അത് മുല്ലയുടെ ഷൂട്ടിംഗ് എല്ലാം തുടങ്ങി ഒരു 4ാമത്തെ ദിവസമാണ് ഇതെടുക്കണത്. December 1st. അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ ഒരു പക്ക സ്കൂളിൽ പോകുന്ന അങ്ങനത്തെ ഒരു കുട്ടിയാണ്. സോ എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ 12th സ്റ്റാൻഡേർഡിലെ പിക്നിക്കിന് കൊണ്ടുപോകുന്ന ദിവസം അന്നായിരുന്നു. അന്ന് വരെ ഒരു എക്സ്കേർഷനും ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാ എക്സ്കേർഷൻസിനും ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഫ്രം മൈ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടിൽ 11th വരെ. പക്ഷേ 12th എക്സ്കേർഷനിലേക്ക് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വളരെ സങ്കടമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് സമാധാനം അങ്ങനെ വെച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നിട്ട് കൺഗ്രാറ്റുലേഷൻസ് മീര, നന്നായി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷെ ഞാനീ പറഞ്ഞ പോലെ ലാൽ സാർ പറഞ്ഞു തന്ന പോലെ തന്നെ ജസ്റ്റ് അങ്ങ് ചെയ്തു, അത്രയേ ഉള്ളൂ. എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ച്, ലാൽ സാറിൻ്റെ വിപിൻ സാറിൻ്റെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ തുടങ്ങിയായിരുന്നു. ആദ്യമേ കരഞ്ഞ സീൻ ഇത്തിരി കോമഡിയാണ്. കാരണം ഞാൻ ഫസ്റ്റ് ഡേ തൊട്ട് ലാൽ സാറിൻ്റെ അടുത്ത് ചോദിക്കും, ലാൽ സാർ എനിക്ക് എന്നാണ് കരയേണ്ട സീനുള്ളത്, എനിക്ക് കരയാനൊന്നും അറിയില്ല സാർ, നമുക്ക് കരയേണ്ട സീൻ വേണ്ടാതൊക്കെ വെച്ചാലോ. ലാൽ സാറ് പറയും, അതെങ്ങനെ വേണ്ടാന്ന് വെക്കണമെങ്കിൽ ഞാൻ പറയാം, തലേ ദിവസം പറയാം, അപ്പം നീ റൂമിൽ പോയിട്ട് കരഞ്ഞൊക്കെ നോക്കി പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയും. അന്ന് രാവിലെ ഒരു ദിവസം രാവിലെ ചെന്നു, അപ്പം എനിക്ക് സീൻ തന്നു വായിക്കാൻ. ഞാൻ വായിച്ചപ്പോഴാണ്, ഈശ്വര ഇതിൽ കരയണല്ലോ, നോക്കുക കരയണ പോലെ എഴുതിയിട്ടൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ കരയണ്ട. അപ്പം ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് ലാൽ സാറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സാർ ഇതിൻ്റെ അകത്ത് കരയണ്ട, ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ലാൽ സാർ പറഞ്ഞു, കരയേണ്ടി വരും. അല്ല എനിക്ക് കരയാൻ അറിയില്ല, ഞാൻ എന്താ ചെയ്യുക? കരയാൻ അറിയില്ലേ? നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ അച്ഛന് തീരെ വയ്യാന്ന് വിചാരിക്കൂ, അപ്പം നീ കരയില്ലേ? ഞാൻ പറഞ്ഞു, അച്ഛന് തീരെ വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എന്തിനാ കരയണേ ചോദിച്ചിട്ട് പറഞ്ഞു. സോ അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. പക്ഷേ അറ്റ് ലാസ്റ്റ് ആ ഒരു മൂഡിലേക്ക് വന്ന് ഗ്ലിസറിനൊക്കെ ഇട്ട് ആ ഒരു എരിച്ചിൻ്റെ ഒക്കെ പേരിൽ അങ്ങനെ കരഞ്ഞു, അത്രയേ ഉള്ളൂ. ഇപ്പോഴും കാണുമ്പോൾ എനിക്ക് ചിരിയാ വരിക ആ സീനൊക്കെ. കരച്ചിൽ ഈശ്വര കുറച്ചും കൂടെ നന്നാക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. ഗാനരംഗം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പറഞ്ഞ പോലെ ഫസ്റ്റ് ഷോട്ട് ഒരു ഗാനത്തിലാണ്. പിന്നെയുള്ള ഷോട്ട്സ്, അതായത് ഇപ്പോൾ കണ്ണിൽ വാതിൽ ചാരാതെ എന്ന് പറയുന്ന പാട്ടിലാണെങ്കിലും അതെ, കനലുകൾ ആടിയാന്ന് പറഞ്ഞ പാട്ടിലാണെങ്കിലും അതെ, ഒരുപാട് ഷോട്ട്സ്, അതായത് സീൻസ്. ഇപ്പോൾ ലാൽ സാർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, ഓക്കെ ഫൈൻ, നാളെ ഇന്ന സീൻസ് എടുക്കും, ഇത്ര സീൻസ് എടുക്കും, ഓക്കെ ഫൈൻ, ഒരു 3 സീൻസ് എടുത്ത് തീർക്കും. പക്ഷെ ആ സീൻസ് എടുത്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സോങ് മോണ്ടാജ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു സോങ്സിൻ്റെ മോണ്ടാജസ് ഒരുപാട് എടുത്തിട്ടുണ്ട്, പക്ഷെ ബാലൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. ആ ബാലൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് വേറൊരു സോങ് വേണമെങ്കിൽ ഉണ്ടാക്കാം, അത്രയും ബാലൻസ് വന്നിട്ടുണ്ടാവും. ഒരുപാട് മോണ്ടാജസ് എനിക്ക് തോന്നുന്നു യൂസ് ചെയ്തിട്ടേ ഇല്ല. പാട്ടിലൊന്നും ഞാനത് കണ്ടിട്ടേ ഇല്ല. പക്ഷേ പാട്ടിൽ പിന്നെ ഒരു പാട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഒരു സെറ്റ് സോങ് ഉണ്ട്, ഈ രാവിലെ എന്ന് പറഞ്ഞിട്ട്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു മൂഡിലുള്ള അങ്ങനെ ചെയ്യേണ്ടി വരും എന്നൊന്നും വിചാരിച്ചിട്ടല്ലോ സിനിമയിലേക്ക് വരുന്നത്. എനിക്ക് എന്താണ് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് മുഖത്ത് വരേണ്ടത് ഒന്നും അറിയില്ല. ബൃന്ദ മാസ്റ്റർ ആയിരുന്നു എൻ്റെ കൊറിയോഗ്രാഫി. ബൃന്ദ മാസ്റ്റർ വന്നിട്ട് പറയും, മീര ബി സെക്സി, ബി ഹോട്ട് എന്നൊക്കെ പറയും. ഞാൻ അപ്പം തന്നെ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ എന്തോ എൻ്റെ വിചാരം ഇങ്ങനെ ചിൻ താഴ്ത്തി കണ്ണിങ്ങനെ മേളിലേക്ക് ആക്കിയാൽ അങ്ങനത്തേക്ക് ഒരു ലുക്ക് വരുന്നതാണ്. ഞാൻ അങ്ങനെ നിൽക്കും. സോ അത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ഡാൻസേഴ്സ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിൻ്റെ കൂടെ നിന്ന് ഡാൻസ് ചെയ്യുക. ഇറ്റ് വാസ് ട്രൂലി എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണെങ്കിൽ പറയാം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പാട്ട്. ആദ്യം എൻ്റെ സിനിമ, എൻ്റെ സ്വന്തം സിനിമ ഞാൻ തിയേറ്ററിൽ പോയിട്ട് കാണുന്നത് മുല്ല തന്നെയാണ്. അത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടു. ഫസ്റ്റ് ഷോ അല്ല, സെക്കൻഡ് ഷോ പോയി കണ്ടത് രാത്രി. സെക്കൻഡ് ഷോ പോയി കണ്ടു. ഞാൻ
ചെന്ന് കയറിയപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി, നോക്കാൻ തുടങ്ങി. ഓരോ ഫസ്റ്റ് ഷോട്ട് തൊട്ടിട്ട് ആൾക്കാരിങ്ങനെ പുറകിലേക്ക് നോക്കും. ഞാൻ എന്താ, എൻ്റെ മുഖത്ത് എന്താ വരണേന്നിങ്ങനെ, എൻ്റെ മുഖത്ത് എന്താണ് അത് കാണുമ്പോൾ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ പുറകിലേക്ക് നോക്കായിരുന്നു. പിന്നെ നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കമൻസ് ഒക്കെ പറയായിരുന്നു. അതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം നമ്മളെ തന്നെ നമ്മുടെ ഒരു വലിയ സ്ക്രീനിൽ നമ്മളുടെ ഫേസ് നിറയെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. അതും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ എല്ലാവരും ഒരുപാട് മുല്ല തൊട്ട് ഇപ്പോൾ സീനിയേഴ്സ് വരെ എത്തി നിൽക്കുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനം, അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം. താങ്ക് യു. നമസ്കാരം.